ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതെ, ഇന്ന് നല്ല ജീവനുള്ള നല്ല കിടുക്കാച്ചിയായ കിഴിമീൻ, നല്ല കിടില മീനാണ്. അപ്പോൾ ഇത് ഇന്ന് വാങ്ങിച്ചു. അതിനെന്തായാലും കട്ട് ചെയ്ത് കറിയൊക്കെ ആക്കി ഒരു സ്പെഷ്യൽ കറിയാണ് ചെയ്യാൻ പോകുന്നത്. വരൂ വരൂ വരൂ, എൻ്റെ വലയിൽ കുറിക്കാൻ ആരുണ്ട്? വേഗം വരൂ വേഗം വരൂ. കമോൺ കമോൺ. പിടികിട്ടി, ഒരെണ്ണത്തിന് നമ്മൾ പിടിച്ചു കഴിഞ്ഞു ഗേസ്. അപ്പോൾ ഇതാണ് മീൻ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വിൽക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടാവും, നമുക്ക് ആവശ്യത്തിന് വാങ്ങിക്കാം. കിലോയാണ് ഇതിൻ്റെ റേറ്റ്. കിലോ വന്നിട്ട് 35 റിയാലാവും. അപ്പോൾ ഞാനൊരു 10 റിയാലിന് കണക്കാക്കി വാങ്ങിച്ചു. ഒരു ½ കിലോ വരും, ഒരു ഡിസ്കൗണ്ടൊക്കെ ചേർത്ത് തന്നു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം, പൊരിക്കാനായിട്ട് വയ്ക്കാം. ചതി മുറിയണില്ല, അതിൻ്റെ ആ കൊഴുപ്പും സ്ട്രോങ്ങും ഇതെല്ലാം കൊണ്ടാണ്. ഓക്കേ, അത് കഴിഞ്ഞ് ഒരു സവാള, ഒരു ഉള്ളി, അതൊക്കെ. അപ്പോൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിന് എന്ത് ചെയ്യുക. അത് കഴിഞ്ഞ് അല്പം എന്തെങ്കിലും പുളി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് വെള്ളത്തിയിട്ട് വയ്ക്കുക, കുറച്ച് പുളി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചട്ടി നമുക്ക് എടുത്ത് വയ്ക്കുക, എണ്ണ ഒന്ന് ഒഴിക്കുക. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവറാണ്. ഇവിടെ സൗദിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ സൺഫ്ലവറാണ്. ഒലിവ് ഓയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ഹെൽത്തിക്ക് നല്ലതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് എന്ത് ചെയ്യാം, ഒന്നിട്ട് അല്പം ഒന്ന് ചൂടാക്കാം. ഒരല്പം അതിൻ്റെ ഒരു കളർ മാറി വരുന്ന ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചൂടാക്കാം. അടി പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലും ഇതിട്ടിട്ട് ഒന്ന് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സവാള ഇടാം. സവാള ഗിരി അരിഞ്ഞത് സവാള ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ സവാളയുടെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടക്കനെ അതൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന നേരത്തേക്ക് നമുക്ക് അല്പം ഒന്ന് എന്ത് ചെയ്യാം, വെള്ളവും കൂടെ ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് ഇത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, തക്കാളിയും മുളകും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഒരല്പം ഒന്ന് ചൂടാക്കണം. നല്ല ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിട്ട് ഒന്നുണ്ട് ആ പുളിവെള്ളത്തിലിട്ട് വരട്ടിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷമാണ്, അല്പം വെള്ളം ചേർത്താൽ മതി. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, മസാല കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഒരല്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് കലക്കി ഒന്നെല്ലാം ഒന്ന് മസാല ഇതായി വരും. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീനിൻ്റെ തല ഇറക്കി അങ്ങ് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനകത്തൊക്കെ മസാലയൊക്കെ എടുത്ത് എന്ത് ചെയ്യാം, ഉള്ളി സവാള എല്ലാം കൂടെ ഒക്കെ ഒന്ന് അകത്തോട്ടാക്കി വയ്ക്കാം. വെള്ളമൊക്കെ ഒന്ന് മുകളിലോട്ടാക്കി ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ,
അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കതിനെ എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തലയെടുത്ത് എന്ത് ചെയ്യുക, ഇപ്പോൾ അത്യാവശ്യം നല്ല വെന്തു. അത് കഴിഞ്ഞിട്ട് അപ്പുറം ഭാഗത്ത് ഈ മീനെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ടക്കനെ വേവും. അപ്പോൾ അതിനടുത്തൊന്ന് മറിച്ചിട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് അടച്ച് വയ്ക്കുക. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. പീസൊക്കെ നല്ല വെന്ത് കഴിഞ്ഞു. എന്തായാലും നമുക്ക് റെഡിയാക്കിയ കറിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.